സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വലിയ നിയമപരമായ പ്രതിസന്ധികളിലേക്ക് നയിച്ചേക്കാമായിരുന്ന ഒരു പുസ്തക പ്രകാശനത്തിൽ നിന്നുമാണ് ഇന്ന് സർക്കാർ അവസാന നിമിഷം നാടകീയമായി പിൻവാങ്ങിയത്. അതിലേറ്റവും രസകരമായി തോന്നിയത് പ്രതിപക്ഷ നിരയിൽ നിന്നും പോയ ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമപരമായ പരിശോധനയിലാണ് മുഖ്യമന്ത്രിക്കടക്കം ചട്ടലംഘനമുള്ളതിനാൽ അല്ലെങ്കിൽ ചില നിയമപ്രശ്നങ്ങളുള്ളതിനാൽ പങ്കെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരസ്യമായി മുഖ്യമന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നത്. പറഞ്ഞു വന്നത് വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ ആത്മകഥാപരമായ പുസ്തക പ്രകാശനത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ അവസാന നിമിഷത്തിലെ പിന്മാറ്റത്തെക്കുറിച്ചാണ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാരിനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. പ്രതിപക്ഷം ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് തുണയായി മാറിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നിയമക്കുരുക്കൊഴിവാക്കി മുഖ്യമന്ത്രിയുടെ നാടകീയ പിന്മാറ്റം. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിന്റെ ആത്മകഥാ പ്രകാശനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിൻവാങ്ങി. നിയമപ്രശ്നമുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു മുഖ്യമന്ത്രി. പിൻവാങ്ങിയത് നിയമ സെക്രട്ടറിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന്. തുണയായത് കെ.സി. ജോസഫിന്റെ പരാതി. ജേക്കബ് തോമസിന്റെ ചട്ടലംഘനം പിന്നീട് പരിശോധിക്കും. തിരുവനന്തപുരം പുല്ലുവിളയിലെ തെരുവുനായ ആക്രമണത്തിൽ മത്സ്യത്തൊഴിലാളിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധം. മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ.ടി. ജലീൽ. പ്രതിഷേധമറിയിച്ച് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. വിഴിഞ്ഞം തുറമുഖ കരാറിനെതിരെ വീണ്ടും വി.എസ്. അച്യുതാനന്ദൻ. കരാർ വൻ നഷ്ടമുണ്ടാക്കുന്നത്. കരാർ പൊളിച്ചെഴുതുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇടതുമുന്നണി പാലിക്കണമെന്നും വി.എസ്. നിയമസഭയിൽ. സുസ്ഥിര നഗര വികസന പദ്ധതി പാളിയെന്ന് CAG റിപ്പോർട്ട്. ADB വായ്പ പാഴാക്കി. 995 കോടിയിൽ പകുതി മാത്രമാണ് ചെലവഴിച്ചതെന്നും നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ കണ്ടെത്തൽ. മുത്തലാഖിൽ നിലപാട് മയപ്പെടുത്തി മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ഒറ്റയടിക്കുള്ള മുത്തലാഖ് അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് ബോർഡ് സുപ്രീം കോടതിയിൽ. നിലവിലുള്ള രീതി ശരിയത്ത് നിയമങ്ങൾക്ക് വിരുദ്ധം. മതപുരോഹിതരെയും വിവാഹവേളയിൽ വധൂവരന്മാരെയും ഇക്കാര്യം ധരിപ്പിക്കുമെന്നും സത്യവാങ്മൂലം. കൽക്കരിപ്പാടം അഴിമതി കേസിൽ 3 ഉദ്യോഗസ്ഥർക്ക് തടവു ശിക്ഷ. കൽക്കരി വകുപ്പ് മുൻ സെക്രട്ടറി HC ഗുപ്തയടക്കം 2 വർഷം തടവ്. വിധി ഡൽഹി പ്രത്യേക CBI കോടതിയുടേത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. ജേക്കബ് തോമസിന്റെ ആത്മകഥ സർക്കാരിന് ആപത്തോ? പുസ്തക പ്രകാശനത്തെ ഭയക്കുന്നതാര്? മുഖ്യമന്ത്രി പങ്കെടുക്കില്ല എന്നറിയിച്ചതിനാൽ വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് റദ്ദാക്കി. ജേക്കബ് തോമസിന്റെ പുസ്തക രചന ചട്ടവിരുദ്ധമാണെന്ന് കാട്ടി കെ.സി. ജോസഫ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ നിന്ന് അവസാന നിമിഷം മുഖ്യമന്ത്രി പിന്മാറി. നിയമ സെക്രട്ടറിയുടെ ഉപദേശപ്രകാരമാണ് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർവീസിലിരിക്കെ ജേക്കബ് തോമസ് പുസ്തകമെഴുതിയത് ചട്ടലംഘനമെന്നായിരുന്നു കെ.സി. ജോസഫിന്റെ കത്ത്. ഇന്ന് കെ.സി. ജോസഫ് MLA അതുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കത്ത് തരികയുണ്ടായി. നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ലോ സെക്രട്ടറിക്ക് കൊടുത്തു. അപ്പോൾ ലോ സെക്രട്ടറിയുടെ അഭിപ്രായം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ പോകുന്നത് ഭംഗിയല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പ്രകാശനം ഒഴിവായെങ്കിലും പ്രസാധകർ പുസ്തക വിൽപ്പന ആരംഭിച്ചു. നഗരത്തിലെ വിൽപ്പനശാലയിൽ എത്തിച്ച മുഴുവൻ പുസ്തകങ്ങളും വിറ്റുപോയി. KM മാണി ഉൾപ്പെട്ട ബാർക്കോഴ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നും K. ബാബുവിനായി ഉന്നതർ സമ്മർദ്ദം ചെലുത്തിയെന്നും സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല. ഗണേഷ് കുമാറിന് പകരം ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായതോടെ KSRTCയിൽ നിരവധി അഴിമതികൾ നടന്നു. സപ്ലൈകോ MD സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ ഉന്നതന്റെ സമ്മർദ്ദം മൂലമാണെന്ന് ഭക്ഷ്യമന്ത്രിയായിരുന്ന C. ദിവാകരൻ പറഞ്ഞുവെന്നും ജേക്കബ് തോമസ് വെളിപ്പെടുത്തുന്നു. പിണറായിയും കോടിയേരിയും അഴിമതിയെ എതിർക്കുന്നു. ഇടതുമന്ത്രിക്കെതിരെയും നടപടി സ്വീകരിച്ചുവെന്നും ഇടതുപക്ഷത്തെ പ്രതി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും EP ജയരാജന്റെ പേരെടുത്ത് പറയാതെ ജേക്കബ് തോമസിന്റെ പരാമർശമുണ്ട്. മുഖ്യമന്ത്രിയുടെ പിന്മാറ്റത്തിന് പിന്നിൽ ഇത്തരമൊരു പരാമർശം ഇടയാക്കിയെന്നും വിലയിരുത്തപ്പെടുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്
ഇപ്പോൾ ശ്രീ കെ എൽ മോഹനവർമ്മ, പ്രമുഖ സാഹിത്യകാരൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ എം.എൻ. കാരശ്ശേരി, മുൻ ചീഫ് സെക്രട്ടറി ശ്രീ എം. വിജയനുണ്ണി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കുചേരുന്നത്. ശ്രീ വിജയനുണ്ണി, ഇക്കാര്യത്തിൽ ഈ ആത്മകഥാ പ്രകാശനത്തിൽ നിന്നാണ് അവസാന നിമിഷം മുഖ്യമന്ത്രി പിൻവാങ്ങിയത്. ജേക്കബ് തോമസ് എഴുതിയ ഒരു കൃതിയുടെ പ്രകാശനം മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നു, അതിൽ ചില നിയമ പ്രശ്നങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുന്നു. അദ്ദേഹം നേരിട്ട് വന്ന് വിളിച്ചിരുന്നു, സമ്മതിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇതൊരു ആത്മകഥാപരമായ സർവീസ് സ്റ്റോറിയാണ് എന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ വൈകി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ സർവീസിലിരിക്കെ ഇങ്ങനെ ഒരു ആത്മകഥാപരമായ ഒരു പുസ്തകം എഴുതുന്നതിന് നിയമപരമായ തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ചട്ടമനുസരിച്ച് തടസ്സമുണ്ട്. ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും സർവീസിലിരിക്കെ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് മുൻകൂർ സമ്മതം വാങ്ങണം എന്ന് തന്നെയാണ് ചട്ടം. അപ്പോൾ അത് ഏത് ബ്രാഞ്ചിൽ വന്നാലും ശരി, സർക്കാരിൽ നിന്ന്, അതായത് സർക്കാർ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ആ ഉദ്യോഗത്തിലിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, സർക്കാർ വിവരങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പുസ്തകത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുൻകൂർ പെർമിഷൻ തന്നെ വാങ്ങണം എന്നാണ് ചട്ടം. വാസ്തവത്തിൽ ഇതിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസാധനം ചെയ്യാൻ സമ്മതിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ അതെനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അത് വാസ്തവത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു മുഖ്യമന്ത്രി, സർവീസിലിരിക്കുന്ന ഒരു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ സ്വന്തം അനുഭവങ്ങൾ പുറത്തിറക്കിക്കൊണ്ടൊരു പുസ്തകം എഴുതുമ്പോഴേ അത് പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറാവുന്നു എന്ന് പറയുന്നത് വായിച്ചപ്പോൾ വാസ്തവത്തിൽ വളരെ അസാധാരണവും അവിശ്വസനീയമായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അത് എടുക്കേണ്ടിയിരുന്ന തീരുമാനം ഇന്ന് കുറച്ച് താമസിച്ചിട്ട് എടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇത് ഇന്നിപ്പോൾ കെ സി ജോസഫ് എന്ന് പറയുന്ന മുൻ മന്ത്രി ഒരു പരാതി നൽകിയില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം നിയമ സെക്രട്ടറിയിൽ നിന്ന് പോകാനിടയില്ലല്ലോ. അവസാന നിമിഷം വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരാതി കെ സി ജോസഫിൽ നിന്ന് പോയില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് നേരത്തെ തോന്നിയ ആ വലിയ അത്ഭുതം അത് യഥാർത്ഥത്തിൽ നടപ്പായേനെ. അങ്ങനെ ഒരു വലിയ ആപത്തിൽ നിന്നും നിയമക്കുരുക്കിൽ നിന്നുമാണോ മുഖ്യമന്ത്രി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്, സർക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടുമാണ്. ഈ അത്ഭുതം അസാധാരണമായിട്ടുള്ളൊരു കാര്യം നടന്നതുകൊണ്ട് അത് എല്ലാം തികഞ്ഞു എന്ന് അർത്ഥമില്ല. അതിന് നാളെ അതിനുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള വളരെ ഗൗരവതരമായിട്ടൊരു കാര്യമാകുമ്പോൾ അത് പ്രസാദനം നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി താമസിച്ചിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും അതിൽ ഭാഗവാക്കാവുന്നതിൽ നിന്ന് മാറാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അത് കെ സി ജോസഫിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊക്കെ അത് ആനുഷംഗികം മാത്രമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇത് തീർച്ചയായിട്ടും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുമായിരുന്നു. അതിന് തീർച്ചയായിട്ടും വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ. ഇതൊരു അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണ്, കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇൻവോൾവ് ആണ്, അതായത് അവർക്ക് കൂടി അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ലായിരുന്നു. ഇത് മുഖ്യമന്ത്രി ഇതിൽ നിന്ന് അവസാന നിമിഷം ഒഴിവായതുകൊണ്ട് വളരെ വലിയ ഒരു എംബാരസ്മെൻറ്റ് ഒഴിവായി എന്ന് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ മറ്റു പ്രശ്നങ്ങൾ അതുപോലെ അവശേഷിക്കുക. തീർച്ചയായും താങ്കൾ പറഞ്ഞതിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഒരു പരിധിവരെ ചെന്ന് അകപ്പെടാമായിരുന്ന ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ജേക്കബ് തോമസ് ചെയ്തതിൽ എന്താണ് നാളെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആ ചട്ടലംഘനത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് മാത്രമേ കാണാനാകൂ. ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ കാരശ്ശേരിയിലേക്കും ശ്രീ കെ എൽ മോഹനവർമ്മയിലേക്ക് വരും മുമ്പ് തന്നെ ഈ രണ്ടുപേരിൽ നിന്നും ചില വിവരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ കുറെ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കത് കൂടുതൽ ഗുണപരമാകും എന്ന് വിചാരിച്ചുകൊണ്ട് സത്യത്തിൽ എന്താണ് ശ്രീ ജേക്കബ് ജോർജ് ഇക്കാര്യത്തിൽ നടന്നത്? കാരണം ഇങ്ങനെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതിൽ ആ സത്യസന്ധമായ ഒരു വിശദീകരണമായി തോന്നാവുന്നതുണ്ട്. അദ്ദേഹം വന്നു, ഒരു പുസ്തകം പ്രകാശനത്തിന് വിളിച്ചു. അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാവരും പുസ്തക പ്രകാശനത്തിന് വിളിക്കാറുണ്ട്. ആ മട്ടിൽ മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ടാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ന്യായമായും മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? അത് ഞാൻ ഇരുന്ന എൻ്റെ സർവീസ് കാലയളവിനെ പരാമർശിക്കുന്നതാണ് എന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥനില്ലേ? അദ്ദേഹം അത് ചെയ്തോ? അത് ചെയ്യാതെ അത് മറച്ചു വെച്ചോ?
എന്നതുപോലെയുള്ള ഒരു ഭാഗം. മറ്റൊന്ന്, ഇന്ന് പുസ്തക പ്രകാശനം നടന്നില്ല എങ്കിലും പുസ്തകം വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വിജയനുണ്ണി സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഒരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ പുസ്തകം ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുക, ഞാൻ ഇതുവരെയും ഇത്തരം ചർച്ചകളിലൊക്കെയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറ്റപ്പെടുത്തുന്നത് വേണേൽ ഒഴിവാക്കി വിമർശിക്കുന്നു, കുറ്റപ്പെടുത്തുന്നത് പറയുന്നതും തെറ്റൊന്നുമില്ല. കാരണം ഭരണകൂട ഭീകരതയാണ് വിജിലൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ ആദ്യം ശ്രീ ജേക്കബ് ജോർജ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയത്ത് പ്രൈം ഡിബേറ്റ് ആരംഭിച്ച സമയത്ത് അന്ന് ഈ ചർച്ചയിലേക്ക് യഥാർത്ഥത്തിൽ കേരളം ഒന്നും പോയിരുന്നില്ല എന്നത് ഞാൻ ഓർക്കുന്നു. അതെ അതെ, നമ്മുടെ വിജയനുണ്ണി സാറ് മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അവരൊക്കെ IASകാരെയൊക്കെ പഠിപ്പിക്കുമ്പോഴേ ആദ്യത്തെ മുസൂറിയിലെ കോച്ചിങ്ങിൻ്റെ സമയത്ത് അടിസ്ഥാനമായ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പെർമനൻസി, അനോണിമിറ്റി, വാല്യൂ, ന്യൂട്രാലിറ്റി. ഈ പെർമനൻസി എന്ന് പറഞ്ഞാലേ ഇവരുടെ ഉദ്യോഗത്തിൽ കയറി IAS കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഉദ്യോഗസ്ഥനൊക്കെ പിരിച്ചുവിടാൻ. ഈ രാഷ്ട്രീയക്കാർ ഓരോ 5 വർഷം കഴിയും തോറും ജനങ്ങളുടെ പരീക്ഷ പാസ്സായി വരുന്നവരാണ്. പരീക്ഷ പാസ്സായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇവരൊക്കെയാണ് അഴിമതിക്കാർ, ഇവരൊക്കെയാണ് വമ്പൻ സ്രാവുകൾ, അവരോടൊത്ത് നീന്തിയവനാണ് ഞാൻ എന്നൊക്കെ ഞാൻ മാത്രം, ഞാനാണല്ലവൻ വലിയവൻ എന്ന് പറയുന്നത് IASകാരെ പഠിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായി തെറ്റ് മാത്രമല്ല, തെറ്റും കുറ്റവുമാണ് സ്ഥലത്തെ. അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചില്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ ഭരണം നടത്താനുള്ള മാൻഡേറ്റ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ലെയർ മാത്രമാണ് ഉദ്യോഗസ്ഥൻ. ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇന്ന രാഷ്ട്രീയക്കാരൻ തെറ്റ് കാണിച്ചു, ഇത് വമ്പൻ സ്രാവാണ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതുക, അതിനെ ക്ഷണിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ റിലീസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുക. അവിടെ അതൊക്കെ വലിയ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത തെറ്റ്. ഒരു ഉദ്യോഗസ്ഥനതിനുള്ള മാൻഡേറ്റ് ഇല്ല, ഒരു ഉദ്യോഗസ്ഥനതിനുള്ള സ്വാതന്ത്ര്യമില്ല ജനാധിപത്യത്തിൽ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇതൊരു പാകപ്പിഴയാണ്, തെറ്റാണ്. ഇപ്പം ഉമ്മൻചാണ്ടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. സി ദിവാകരൻ ഭരണപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, MLA ആണ്, നിയമസഭാംഗമാണ്, നേരത്തെ മന്ത്രിയായിരുന്നു. ഇവരൊക്കെ അഴിമതിക്കാരാണെന്ന് പറയാൻ എന്ന് ഞാൻ പറയട്ടെ. ഈ സ്രാവുകളുടെ കാര്യം പറയുന്നല്ലോ ശരത്തെ, ഒരു വർഷം ഇദ്ദേഹത്തിന് കിട്ടിയല്ലോ. ഈ വമ്പൻ സ്രാവിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുടുക്കി വെച്ച് കൊണ്ടുപോയിട്ട് ഒരു നത്തോലിയെ പിടിച്ചോ ശരത്തെ? ഒരു നത്തോലിയെ, ഒരു കുഞ്ഞു മീനാണല്ലോ നത്തോലി. ഒരു നത്തോലി ചെറിയ മീനല്ല, അത് സിനിമയിലെ. ഇവിടെ സ്രാവിൻ്റെ കാര്യം പോട്ടെ, ഒരു മത്തി പിടിച്ചു. അതുകൊണ്ട് നത്തോലി ചെറിയ മീനല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നത്തോലിയെങ്കിലും പിടിച്ചു വന്ന താങ്കളുടെ ചോദ്യം. ഒരു വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിത്തളികയിൽ വെച്ച് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം കൊടുത്തതല്ലേ? അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടേ ഇല്ല. സർവതന്ത്ര സ്വതന്ത്രനായി വിരഹിച്ച ജേക്കബ് തോമസ് ഒരു നത്തോലിയെ പിടിച്ചുവോ? ഒരു അയലമീനെ പിടിച്ചുവോ? സ്രാവുകളുടെ നീന്തി എന്ന് പറയുന്നു, ഞാനെല്ലാം നീന്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആഫ്റ്റർ ഓൾ എൻ്റെ തടേ എന്താണ് ഇതിൻ്റെ ഫലം ഉണ്ടായത്? തീർച്ചയായിട്ടും ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ പ്രസക്തി ഈ ലെവലിൽ വേണം ചിന്തിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ KL മോഹനവർമ്മ, ഈ തലക്കെട്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഈ പിന്മാറ്റം ഉണ്ടായിരുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി തന്നെ പണിമേടിക്കുമായിരുന്നു എന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ജേക്കബ് തോമസിലുള്ള വിശ്വാസത്തെ ദുരുപയോഗിച്ചു എന്ന് വിചാരിക്കുന്ന ആളാണോ, അതോ ഒരു പുസ്തകമാണ്, അത് ഏറെ വിവരങ്ങൾ പങ്കുവെക്കുന്നതാണ്, ആ നിലയിൽ അത് പ്രസിദ്ധീകരിക്കട്ടെ എന്ന ഒരു വിചാരമാണോ താങ്കൾക്ക്? രണ്ട് ഭാഗം ഇക്കാര്യത്തിലുണ്ടല്ലോ. ഇപ്പോൾ സർവീസ് സ്റ്റോറി മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് മലയാറ്റൂരിൻ്റെ ഓർമ്മ വരും നമ്മളിലേക്ക്. ഇ വാസു എഴുതിയിട്ടുണ്ട്, CP നായർ പിന്നീട് എഴുതിയിട്ടുണ്ട്, ബാബു പോൾ എഴുതിയിട്ടുണ്ട്, മുൻ DGP ആയിരുന്ന കൃഷ്ണനായർ സാർ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വിരമിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇവിടെ ശ്രീ ജേക്കബ് തോമസ് ഒരു വലിയ ആർജവം കാട്ടിയത് സർവീസിലിരുന്നു കൊണ്ട് വലിയ സ്രാവുകളെ, അഴിമതി നടത്തിയവരെ തുറന്നു കാട്ടാനാണ് ശ്രമിച്ചത്. അതിലേക്ക് ധൈര്യപൂർവ്വം അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ ക്ഷണിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയാണ് പിൻവാങ്ങിയത്. ശ്രീ KL മോഹനവർമ്മ. സ്രാവുകൾക്ക് എത്ര തരം സ്രാവുകളുണ്ടെന്നറിയാമോ? 100 തരമുണ്ട്. ഒപ്പം നീന്തുമ്പം പലതരത്തിലുള്ള കളികളും ചെയ്യേണ്ടി വരും. ഇവിടെ അദ്ദേഹം അത് തീർച്ചപ്പെടുത്തിയതിൻ്റെ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിയമപരമായ 1965 62 ഉണ്ടാക്കിയ IAS നിയമങ്ങളോ ബാക്കിയുള്ള ഈ നിയമങ്ങൾക്ക് അങ്ങേപ്പുറം വളഞ്ഞു കൊണ്ടുവരാവുന്ന എല്ലാ നിയമത്തിൻ്റെ കുറുക്കുവഴികളും അറിയാവുന്ന രാജ്യമാണ് നമ്മുടേത്. പക്ഷേ
ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് എന്താ ഉണ്ടായത്? ഇദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീർച്ചപ്പെടുത്തി. നേരത്തെ തന്നെ അതിൻ്റെ ഏകദേശം കണ്ടൻസ് വെളിയിലേക്ക് വരികയാണ്. ജനത്തിൻ്റെ മുമ്പിലേക്കാണ് അത് പോകുന്നത്. ഇത് പുസ്തകം അച്ചടിച്ച് വായിക്കുന്നവരിടത്തേക്ക് പോലുമല്ല, ജനത്തിൻ്റെ മുമ്പിലേക്ക് നേരത്തെ പോയി കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതാ വരുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഇത് ഇങ്ങനെയാണ്. അപ്പോഴേ ഇതിൽ ആരുടെ മേൽ കൈ ചൂണ്ടുന്നോ അതിലേ ഒരു നേതാവാണോ എന്ന് ഉടനെ ലെറ്റർ കൊണ്ട് കൊടുക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം, ഞങ്ങൾക്ക് എഴുത്തുകാർക്കൊരു വിദ്യയുണ്ട്. ഞങ്ങളുടെ പുസ്തകങ്ങൾ വളരെയധികം പേര് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുക, ഒരു അവാർഡ് മേടിക്കുക, എന്നിട്ട് അവാർഡ് തിരിച്ചു കൊടുക്കുക. അതാണ് അവാർഡ് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് വലിയ പുസ്തകമായിട്ട് മാറുക. ജനം വായിക്കില്ല, പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ആശയം വെളിയിലേക്ക് വിട്ടാലുണ്ടോ ഇതങ്ങ് വളരെ വൈറലാവും. ഒപ്പം തന്നെ മിക്കവാറും എല്ലാ കേസുകളിലും ഇത് ആക്ച്വലി നടക്കുന്നതാണ്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ലോകത്തിലെ ഭാഷകളിലും ഒക്കെ നടക്കുന്ന ഒരു വിദ്യയാണിത്. ഇത് കൊണ്ടുവന്ന് വെച്ചാൽ ഇന്ന് കേരളത്തെ ഏവരും നമ്മളിപ്പോൾ എന്ത് ചർച്ച ചെയ്താലും പിണറായി വിജയൻ അവിടെ നിന്ന് പോയാലും പോയില്ലെങ്കിലും അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തതിനേക്കാളും കൂടുതൽ ഖ്യാതി ഇപ്പോൾ ഈ പുസ്തകത്തിന് ഇന്നുണ്ടായി. അതുണ്ടായി. ഇപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞു, ഇത് ഓൺലൈനായിട്ട് വന്നു കഴിഞ്ഞു, പുസ്തകം അച്ചടിച്ച് തിരുവനന്തപുരത്ത് വിറ്റ് കഴിഞ്ഞു. ആൾക്കാർ വായിച്ചില്ലെങ്കിലും അതിൻ്റെ കണ്ടൻസ് ഇപ്പോൾ ആളുകളുടെ ഇടത്തേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വരണമെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായേ പറ്റുള്ളായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഈ സ്രാവുകളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ പുതിയൊരു വേലയിൽ സ്രാവുകളെ ഒതുക്കിയതാണെന്നാണ്. വേറെ കാര്യമൊക്കെ പറയാം, ഇതിൻ്റെ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതുകൊണ്ടൊന്നും ഇത് വേണ്ടതൊക്കെ ആൾക്കാരെ ഭ്രമിപ്പിക്കാനായിട്ട് പല വിദ്യകളും നടത്താം. പക്ഷേ എല്ലാവരുടെ ഉള്ളിൽ ഇതുവരെ കുറേ അമർന്ന് കിടന്നിരുന്ന പല കാര്യങ്ങളും മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശക്തി ഉണ്ടായി. അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ പുസ്തകങ്ങൾ അച്ചടിച്ച് തീർച്ചയായിട്ടും തീർന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അറിവിൽ ഒരാഴ്ച മുമ്പ് അവിടെ പുസ്തകത്തിന് കോപ്പി കൊടുക്കുക പോലും ഉണ്ടായി, വായിച്ചിട്ടുണ്ടാവും. വായിച്ചെന്താ അതൊക്കെ വേറെ കാര്യമാണ്. ഇപ്പോഴേ എനിക്ക് അത്ഭുതം, എന്തിനാണ് ഇപ്പം ഈ ഒരു കത്തുമായിട്ട് KC ജോസഫിനെ പോലുള്ള ഒരാൾ അവിടെ ചെല്ലുക, ഇതിനെക്കുറിച്ച് പറയുക, എന്താ ഇത് ചില്ലറ കളി വല്ലതാണോ? വൈ ഇത് ഇത്രയും വളരെ വലുതാകാനൊക്കെ ഒറ്റ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അദ്ദേഹം പോയി എന്നുള്ളതാണ് വലിയ വാർത്തയായി. ഒപ്പം തന്നെ ഈ പുസ്തകത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നാളെ നോക്കിക്കോളൂ, ഇതിൻ്റെ 10,000 20,000 കോപ്പിയുടെ എഡിഷൻ വരും. അത് തന്നെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശവും. ഈ എല്ലാം തന്നെ ഇതൊരു നാടകമെന്ന് എനിക്ക് പറയാനൊക്കെയല്ല, പക്ഷേ എന്തായാലും വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ല അഡ്വർടൈസിങ് മെത്തേഡായിരുന്നത്, ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു നടന്നിരുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹം ഇതൊക്കെ ഇത് എഴുതുന്നു എന്നുള്ളത്, എഴുതുന്നതിനും ഒരു കാരണമുണ്ട്. പണ്ടത്തെ കാലമല്ല, 5 കൊല്ലം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഇന്ന് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്, പത്രങ്ങളല്ല, TV പോലുമല്ല. TV-ക്ക് അങ്ങേപ്പുറം ഇതിൽ നിന്നുള്ള ഇന്നിപ്പം നോക്കിക്കോളൂ, ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലായിടും വാട്സാപ്പിലും ഒക്കെ ഇത് തന്നെയായിരിക്കും ചർച്ചകൾ. സാധാരണ ജനം ഇതെല്ലാം അറിയും. അതിലെന്താ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും പഴയ കേസുകളെക്കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകളായിരിക്കും നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ 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 വ്യാപ്തിയാണ് ഇത് പോകുന്നത്. അതിനുള്ള കാരണമാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായത്. എപ്പോഴേ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യാനായിട്ടായി തോന്നുന്നു. ഇത് ഒരു ഷോ, ഇതിനി എന്ത് തരത്തിലുള്ള നിയമപരിപാടികൾ നടന്നാലും, അതിൻ്റെ വളച്ചുകെട്ടുകളുണ്ടായാലും, എത്ര റൂളുകളുണ്ടായാലും, അതിനെയൊക്കെ മറികടന്ന് പോയാലും ശരി, ഒരു കാര്യം പോയി, ഇദ്ദേഹം പറഞ്ഞ സ്രാവുകളുടെ പല കാര്യങ്ങളിലും സാധാരണ ജനം തെറ്റായാലും ശരിയായാലും ശരിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ശരിയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് മറ്റുള്ളവരാണ്, നമ്മളുൾപ്പെടെ, ഈ ഇരിക്കുന്നവരുൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജേക്കബ് തോമസ് ഇവരുടെ ചിന്തകളിലുള്ള ഒരു മാറ്റം വരുന്ന എല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ നിമിഷവും. ശരിയാണ് ശ്രീ KL മോഹനവർമ്മ, ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ് നിശിതമായ വിമർശനമാണ് അക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. നിലവിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ, കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റങ്ങൾ തെളിയിക്കപ്പെടാത്ത ആളുകൾ, ഇവരെല്ലാം അഴിമതിയുടേതായ പേരിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന നിലയിലേക്കുള്ള സമീപനം ഒരു തരത്തിലും നീതീകരിക്കത്തക്കതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ തരത്തിൽ വാഴ്ത്തപ്പെട്ടാലും, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. നേരത്തെ ശ്രീ വിജയനുണ്ണിയും സൂചിപ്പിച്ചത് വളരെ വലിയ ഗുരുതരമായ പിഴവുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഇവിടെ ശ്രീ MN കാരശ്ശേരി, താങ്കൾ പറഞ്ഞ പോലെ, നേരത്തെ ശ്രീ KL മോഹനവർമ്മ പറഞ്ഞതുപോലെ, ഒരു ബെസ്റ്റ് സെല്ലറായി ഒരു പുസ്തകം എങ്ങനെ ലോഞ്ച് ചെയ്യാം എന്നതിൻ്റെ ഒരു വലിയ പാഠമായി ഈ പറഞ്ഞ പുസ്തകം മാറിയേക്കാം. അതിൻ്റെ എല്ലാ കെട്ടിലും മട്ടിലും ഒരുക്കം വളരെ കൃത്യമായിരുന്നു. ശ്രീ KL മോഹനവർമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിൽ KC ജോസഫും മുഖ്യമന്ത്രിയും നമ്മുടെ സംവിധാനങ്ങളുമെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഉപകരണങ്ങളായി മാറിയിട്ടുണ്ടാകാം. ചട്ടലംഘനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
റൈറ്റ്, തീർച്ചയായും മാധ്യമങ്ങളും പ്രത്യേക ഇന്റർവ്യൂകൾ, അതിൽ നിന്ന് വാർത്തകൾ, അതേക്കുറിച്ച് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു. അതാണ് ഒരു ബെസ്റ്റ് സെല്ലർ. ആ നിലയിൽ സാഹിത്യ ലോകത്തിന് നല്ലതായും വേണമെങ്കിൽ കാണാം ശ്രീ എം എൻ കാരശ്ശേരി. പക്ഷേ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ ഈ ഒരു ഭാഗം ഇതിനകത്തുണ്ട്. ചട്ടലംഘനം ആരോപിക്കപ്പെടുന്നു, ചട്ടമുണ്ട്, അതുകൊണ്ട് തന്നെ ലംഘനവും പ്രധാനമാണ്, അതൊരു ഭാഗം. മറുഭാഗത്ത് ഈ പറയുന്ന ഉള്ളടക്കം, അഴിമതി എന്ന് പറയുന്ന പ്രാധാന്യ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പറയുന്ന അതിൻ്റെ ഉള്ളടക്കം, ആ പുസ്തകത്തിൻ്റെ പ്രകാശനത്തെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്ന മറുവശവുമുണ്ട്. ഈ രണ്ട് പ്രശ്നമുള്ളപ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഏതു ഭാഗത്തിനൊപ്പമാണ് താങ്കൾ? ശരത്, ഇപ്പോൾ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യണം എന്ന് ജേക്കബ് തോമസ് തീരുമാനിച്ചത് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ അദ്ദേഹം പിൻവാങ്ങുകയും അത് വലിയൊരു വിവാദമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്രകാശനം ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നതിൻ്റെ 10 ഇരട്ടി ജനശ്രദ്ധ കിട്ടി. പിന്നെ പുസ്തകം യാതൊരു സംശയമില്ല 1-2 ആഴ്ച കൊണ്ട് വിറ്റ് തീരും, പുതിയ പതിപ്പുടനെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രന്ഥകാരനും പ്രസാധകനും ഇതുകൊണ്ട് ലാഭമല്ലാതെ ഒരു നഷ്ടവും ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ നിയമപരമായ വശം, ധാർമ്മികമായ വശം, എനിക്ക് എൻ്റെ സുഹൃത്ത് ജേക്കബ് ജോർജിനോട് വിയോജിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ, സർവീസിലിരിക്കെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിന് ചട്ടം എതിരാണ് എന്ന് മോഹനോർമ്മ അദ്ദേഹമൊക്കെ പറഞ്ഞു. ശരിയായിരിക്കും, ആ ചട്ടം ശരിയല്ല എന്നൊരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ടോ ജനങ്ങൾ രണ്ടാമതും തിരഞ്ഞെടുത്തു എന്നതുകൊണ്ടോ മന്ത്രിയായി അല്ലെ MLA ആയി അല്ലെ മുഖ്യമന്ത്രിയായി എന്നതുകൊണ്ടോ ഒരു ഉദ്യോഗസ്ഥന് നേരിട്ടറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം പറയാൻ പാടില്ല, അദ്ദേഹം സത്യം പറയാൻ പാടില്ല എന്ന് പറയുന്നത് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കലാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 1970 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 18-ാം തീയതി നക്സൽ വർഗീസിനെ വെടിവെച്ച് കൊന്നു. വെടിവെച്ച് കൊന്നപ്പോൾ പോലീസ് പറഞ്ഞത് ഏറ്റുമുട്ടലിൽ മരിച്ചു എന്നാണ്. അന്നേ ജനങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന രാമേന്ദ്രൻ നായർ പിന്നീട് ലക്ഷ്മണ തുടങ്ങിയുള്ള ആളുകളുടെ നേരിട്ടുള്ള ഉത്തരവ് പ്രകാരമാണ് ഞാൻ വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി. ആ കത്ത് 10-22 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്തു വന്നു. അതൊരു കേസായി. അതിനിടയ്ക്ക് 40 കൊല്ലം കഴിച്ചിട്ടാണ് വിചാരണ വരുന്നത്. രാമൻ നായർ അപ്പോഴേക്കും മരിച്ചു. ലക്ഷ്മണയെ ശിക്ഷിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് അത് ഒരു ഔദ്യോഗികമായ രഹസ്യമായിരുന്നു എന്ന് വേണേൽ പറയാം. ഔദ്യോഗികമായ രഹസ്യം എന്ന് പറയുന്നത് അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ്. ഇപ്പോൾ നമ്മൾ വിവരാവകാശം എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു അഴിമതി അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല എന്നൊരു സത്യം ജേക്കബ് തോമസിന് അറിയാമെങ്കിൽ അദ്ദേഹം അത് പറയുന്നതിൽ എവിടെയാണ് അപാകം? അത് ജനങ്ങൾ അറിയേണ്ടതല്ലേ? പിന്നെ ഏതെങ്കിലും ഒരാളെ കോടതി ശിക്ഷിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം പറയാതിരിക്കാമോ? പിന്നെ ഈ ചട്ടം അറിയാത്ത ആളല്ലോ ജേക്കബ് തോമസ്. ആ ചട്ടം ലംഘിച്ചതിൻ്റെ പേരുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ, അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഇവിടുത്തെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ ഒരു നടപടിയും എടുത്തില്ല എങ്കിൽ അത് വേറെ ഒരു വിഷയമാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ശ്രീ എം വിജയനുണ്ണി, ഇക്കാര്യത്തിൽ ചട്ടലംഘനം അത് പിന്നാലെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിന്മാറുന്ന ഘട്ടത്തിൽ വിശദീകരിച്ചതിനെ തുടർന്ന് വന്ന വിവരങ്ങളിൽ വാർത്തയായിട്ടുണ്ട്. ഈ ചട്ടലംഘനം അത് പരിശോധിക്കും, പിന്നാലെ പരിശോധിക്കും. ഇവിടെ ഇത് ചില കേസുകൾ എടുത്താൽ, ഇപ്പോൾ പാറ്റൂർ കേസ്, അതുപോലെ തന്നെ ബാർ കോഴ കേസ്, ഇതെല്ലാം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ കേസുകളിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് കോടതിയിൽ പരിശോധനയിലിരിക്കുന്ന വിഷയത്തിന് കോടതിക്ക് പുറത്ത് നടത്തുന്ന ഒരു ഇടപെടൽ എന്ന ഒരു തെറ്റ് അതിൽ കാണാവുന്നതാണോ? അതുപോലെ തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ചട്ടം, അതുപോലെ തന്നെ പോലീസ് ഫോഴ്സ് ആക്ട്, ഇതെല്ലാം പരിശോധിച്ചാൽ ഈ പറയപ്പെടുന്ന ചട്ടലംഘനം പിന്നാലെ പരിശോധിക്കും എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഗൗരവതരമായ ഒരു നടപടിയായി മാറാൻ ഇടയുള്ളതാണോ ശ്രീ വിജയനുണ്ണി? ഈ സബ് ജുഡീസ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ഇതിനകത്ത് വളരെയധികം ശക്തമായിട്ട് വരുന്നുണ്ട്. കോടതികളുടെ മുൻപാകെ
തീരുമാനിക്കപ്പെടാൻ ഇരിക്കുന്ന കാര്യങ്ങളിൽ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വളരെ അപകടകരമാണ്. അപ്പോൾ അത് കോടതി ഏത് കോടതിയുടെ മുമ്പാകെയാണത് പെൻഡിങ് ആയിട്ടുള്ളത്, ആ കോടതിയുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ, ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കാവുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ ഡേഞ്ചർ അതിനകത്തുണ്ട്. സബ് ജുഡീസ് എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ കാലത്തും സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുന്ന സമയത്ത് വിവരമുള്ളവർ വളരെ ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം അഭിപ്രായങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഈ വിവരാവകാശം എന്ന് പറയുന്നത്, അത് വിവരാവകാശം എന്ന് പറയുന്നത് ഞാനും എല്ലാ കാലത്തും വിവരാവകാശത്തിൻ്റെ അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ വിവരാവകാശം എന്ന് പറയുന്നതിൻ്റെ പരിധി എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വിവരാവകാശം എന്ന് പറയുന്നത് ജനങ്ങൾക്ക്, പുറത്തുള്ളവർക്ക്, ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്തവർക്ക് പൊതുകാര്യങ്ങൾ, ഗവൺമെൻറ് കാര്യങ്ങളും പൊതുകാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാനുള്ള ഒരു അവസരമാണ്. അത് ആവശ്യമുള്ളവരെ ആവശ്യപ്പെട്ടിട്ട് അതിന് ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റിലെയോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാലുള്ള അധികാര സ്ഥാനങ്ങൾ ആധികാരികമായിട്ട് കൊടുക്കുന്ന വിവരങ്ങൾ മാത്രമാണ് വിവരാവകാശത്തിന് വിവരമായിട്ട് വരുന്നത്. അല്ലാതെ അതായത് ശ്രീ വിജയനുണ്ണി, നേരത്തെ ശ്രീ എം.എൻ. കാരശ്ശേരി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ രമേശ് ചെന്നിത്തല ബാർ കോഴ കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന് അറിയാമെങ്കിൽ അത് പറയണം. അതുപോലെ തന്നെ കോടിയേരിയും പിണറായിയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, പക്ഷേ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇ.പി. കേസുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്ന നിലയിൽ അത് ഇ.പി. ജയരാജന് പരോക്ഷ വിമർശനം അക്കാര്യത്തിലുണ്ട്. പക്ഷേ പിണറായിയും കോടിയേരിയും അഴിമതിയെ എതിർക്കുന്നവരാണ്. ഈ വിജിലൻസിലെ ടി ബ്രാഞ്ച് അവസാനിപ്പിച്ച എതിരാളികളെ സൃഷ്ടിച്ചു, പാറ്റൂർ ടി.ഒ. സൂരജ് കേസുകൾ ശത്രുക്കളെ സമ്മാനിച്ചു. ഈ വിധത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ അത് മറ്റൊരു തരത്തിൽ ഗുണപരമാണ് എന്ന ഒരു വിശ്വാസവും താങ്കൾക്കില്ല എന്നാണോ? ഇത് അഭിപ്രായമാണ്, ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളാണ്. ഒരാൾ ആധികാരികമല്ല, മറ്റൊരാൾ അഴിമതിക്കാരനാണ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് അഭിപ്രായം മാത്രമാണല്ലോ. നമ്മൾ വിവരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും, പക്ഷേ ശ്രീ വിജയനുണ്ണി, അതിന് വായനക്കാരിൽ അതിനൊരു ആധികാരികത സ്വഭാവം കൂടി വരുന്നില്ലേ? കാരണം വെറും ഒരു വ്യക്തിയല്ല, അദ്ദേഹം വിജിലൻസിന്റെ തലപ്പത്തിരുന്നയാളാണ്, അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ ശ്രദ്ധേയനായ ആളാണ്. ആ ആൾ പറയുന്നു എന്നതൊരു അഭിപ്രായത്തിനപ്പുറത്തേക്ക് ആധികാരികതാ സ്വഭാവം കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ അപകടകരമാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവീസിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്ത് എഴുതരുതെന്നും പ്രസാദനം ചെയ്യരുതെന്നും ഞാൻ വെച്ചിരിക്കുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ കാരശ്ശേരി, അങ്ങനെ നോക്കിയാൽ അപക്വമാണ്. അങ്ങനെ നോക്കിയാൽ ജേക്കബ് തോമസിന്റെ നടപടി അപക്വമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് വിവരാവകാശത്തിന്റെ ആ ഒരു നൈതികതയുമായി ബന്ധപ്പെടുത്താവുന്നതല്ല അറിയുന്ന കാര്യങ്ങൾ ഈ തരത്തിൽ വിളിച്ചു പറയുന്നത്. അത് വിവരാവകാശമായിട്ട് വിവരാവകാശത്തിന്റെ കീഴിൽ വരുന്നതാണെന്ന് ശ്രീ കാരശ്ശേരി താങ്കളോടാണ്. ശ്രീ വിജയനുണ്ണി, ഞാൻ വരാം. ശ്രീ കാരശ്ശേരി, ഇത് വിവരാവകാശത്തിന് കീഴിൽ വരുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ ധരിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞൊരു 5-8 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ ആളുകളുടെ ശ്രദ്ധയിൽ വരുന്ന, മൂത്തു വരുന്ന ഒരു സംഗതിയാണ് വിവരാവകാശം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സർക്കാർ ഫയലുകളിലെ രഹസ്യം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ രാമേന്ദ്രൻ നായർ വർഗീസിനെ വെടിവെച്ച് കൊന്നത് ലക്ഷ്മണ പറഞ്ഞിട്ടാണ് എന്നുള്ളത് പുറത്തു പറഞ്ഞത് ഒരു ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്തലാണ്, ചട്ടലംഘനമാണെന്ന് പറയാലോ. ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് രാമേന്ദ്രൻ നായർ രംഗത്ത് വന്നത്. ഇതുപോലെ നടപടി നേരിടാൻ ജേക്കബ് തോമസ് തയ്യാറല്ല എന്ന് നമുക്ക് വല്ല തെളിവുണ്ടോ? അതേ നടപടി നേരിട്ടോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്കൊരു സംശയമുള്ളത്, രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്, പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തിയാണ്. അത് മാത്രവുമല്ല ശ്രീ എം.എൻ. കാരശ്ശേരി, ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ കേസുകൾ പലതും കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നതാണ്, വിധി പറയാത്തതാണ്, സബ് ജുഡീസ് ആണെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിലുണ്ട്. അല്ല, നിയമപരമായി അവർ പറയുന്നത് ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ നിയമം ശരിയാണോ എന്ന് ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചട്ടം എന്താണ് എന്നല്ല പറയുന്നത്. ഒരു വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരിട്ടറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം സർവീസിലിരിക്കെ പറയുമ്പോൾ കോടതി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി സാക്ഷി പറയിക്കട്ടെ, അതിനെന്താ, നമുക്കെന്താ പ്രശ്നം?
അല്ലാതെ തന്നെ നമ്മുടെ അദ്ദേഹം ബേജാറാവുന്നത് അന്വേഷണ തലവനായിരുന്ന ആളല്ലേ ശ്രീ കോടതിയിലോ ജേക്കബ് ജോർജ്. എങ്ങനെയാണ് ശ്രീ എം എൻ ഒരു കാരശ്ശേരി പറഞ്ഞതിനോട് ജേക്കബ് പൂർണ്ണമായും ജോർജ് വിയോജിക്കുന്ന പ്രശ്നം ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു? അല്ല, കാരാശ്ശേരി മാഷിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, രാമേന്ദ്രൻ നായർ പറഞ്ഞത് ഔദ്യോഗിക രഹസ്യമല്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് രാമേന്ദ്രൻ നായർ ഞാൻ വെടിവെച്ചത് എന്ന് സ്വയം ആ കുറ്റം ഏൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫയലുണ്ടോ? ഒരു ഫയലിലോ എവിടെയെങ്കിലും രേഖയിലോ ഉള്ള കാര്യങ്ങളല്ലേ ഔദ്യോഗിക രഹസ്യമായിട്ട് വരുന്നത്. അതല്ലല്ലോ രാമേന്ദ്രൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്ന കാര്യമാണ്. അയ്യോ, അദ്ദേഹം കുറ്റബോധം കൊണ്ട് ജീവിച്ചു, കുറ്റബോധത്തോട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ഒരു ഫയലുണ്ട്. ശരത് കേൾക്കാൻ പറഞ്ഞോളൂ സാർ. ഏറ്റുമുട്ടലിലാണ് രാമൻ നായർ മരിച്ചതെന്നാണ് ഗവൺമെന്റിന്റെ വിശദീകരണം, പോലീസിന്റെ വിശദീകരണം. ശരിയാണ്. ഞാൻ പറഞ്ഞത് നക്സൽ വർഗീസ് കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിലൂടെയാണ് എന്ന് പറയുന്ന വിശദീകരണത്തെയാണ്, അല്ലെങ്കിൽ ആ ഫയലിനെയാണ് നിരാകരിക്കുന്നത്. അത് പത്രങ്ങളിലാണല്ലോ. അത് കേരളത്തിലെ പത്രങ്ങൾ പോലീസിന്റെ നക്സൽ വർഗീസിന്റെ കൊലപാതകം. ഇപ്പൊ നമുക്ക് കൊലപാതകം എന്ന് പറയാമല്ലോ. ഞാൻ പറയുന്നത് അതൊരു താരതമ്യം മാത്രം. പക്ഷേ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ, പക്ഷേ ഇതിൽ പറയാൻ വന്ന രാമൻ നായർ ഇത് പറഞ്ഞിട്ടാ സമ്മതിച്ചു. ആ രാമചന്ദ്രൻ നായർ അത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ നിലയിലുള്ളൊരു വെളിപ്പെടുത്തൽ എന്ന നിലയിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത്? അങ്ങനെയും ഏതെങ്കിലും കാര്യങ്ങൾ ശ്രീ ജേക്കബ് ജോർജ് ഉണ്ടോ? മുമ്പ് പറഞ്ഞ ഒരു പുസ്തകത്തെ കൂടുതൽ വിൽപ്പനയ്ക്ക് സാധ്യമാക്കുന്ന വിവരങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കേസിനെ കൂടുതലായി മുന്നോട്ട് ചലിപ്പിക്കാവുന്ന വിവരങ്ങളൊന്നും അതിലില്ല. അല്ലേ ശരത്തെ, കാരശ്ശേരി മാഷ് പറയുന്നത് ജേക്കബ് തോമസ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അറിയുന്ന കാര്യങ്ങൾ തർക്കമാണ്. അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയുകയല്ല, അദ്ദേഹം FIR ഉണ്ടാക്കണം. എവിടെയാ FIR ബാബുവിനെതിരെ, KM മാണിക്കെതിരെ എവിടെയാ കേസ്? ഒരു വർഷം അദ്ദേഹം അന്വേഷിച്ചിട്ട് ആ കേസ് എവിടെ എത്തി? ഞാൻ വിചാരിച്ചത് ഒരു വർഷം കൊണ്ട് ഈ 4-5 സ്രാവുകളെങ്കിലും പിടിച്ച് ജയിലിടാമായിരുന്നില്ലേ അദ്ദേഹത്തിന്? ഒന്നുമല്ലെങ്കിൽ ജയിലിടണ്ട. ഇതൊക്കെ ഇത്ര പ്രയാസമാണ്. ഒരു FIR സമർപ്പിക്കാൻ കഴിഞ്ഞുവോ? ആ FIR സമർപ്പിക്കാതെ അതിലൊക്കെ ഇന്ന കാര്യങ്ങളുണ്ട് ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞ് പുസ്തകം എഴുതാൻ പറ്റുമോ? അതേത് നിയമം വെച്ചിട്ടാണ്? നിയമം പോട്ടെ, അതിന് നിയമമൊന്നും വേണ്ട. അതിനകത്ത് എന്ത് നീതി, എങ്ങനെ നീതീകരിക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ അംഗീകരിക്കണ്ടേ? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ജേക്കബ് തോമസിന്? ജേക്കബ് തോമസിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം അത് എവിടം വരെ? ഒരു ഉദ്യോഗസ്ഥന് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം? ഉദ്യോഗസ്ഥന് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ ഭരണം നടത്തുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. അതിന് താഴെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ബയസില്ലാതെ, ഒരു ബയസുമില്ലാതെ വാല്യൂ ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം കാണും. പക്ഷേ ആ അഭിപ്രായത്തെ അടിച്ചമർത്തി വെച്ച് മേൽ ഇരിക്കുന്ന ഭരണാധികാരിയുടെ, രാഷ്ട്രീയക്കാരനായ ഭരണാധികാരിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഔദ്യോഗിക കൃത്യം നടത്തേണ്ട ആളാണ് ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഞാനാണ് ഇതൊക്കെ ചെയ്തത്, എന്നെ ആ രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണ്, ഈ രാഷ്ട്രീയക്കാരൻ കുഴപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് മുമ്പിലുള്ള വലിയ ചോദ്യം. പക്ഷേ ഒരു വെല്ലുവിളിയായി അപ്പോഴും തിരിച്ചൊരു ചോദ്യമുണ്ട് ശ്രീ ജേക്കബ് ജോർജ്. അതായത് സർവീസ് ചട്ട ലംഘനമാണെന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പോലും മനസ്സിലാകുന്നയാളാണ് ജേക്കബ് തോമസ്. അത് ഏറ്റെടുത്തുകൊണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട അത്തരം ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ പോകുന്നു എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഒരു ആർജവമുണ്ട്, ഒരു വെല്ലുവിളി സ്വയം ഏറ്റെടുക്കലുണ്ട്. അതെ, ജേക്കബ് തോമസ് അങ്ങനെ, ഞാൻ പറയുന്നത് ജേക്കബ് തോമസ് വളരെ ധീരകൃത്യമാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഔദ്യോഗിക രംഗത്ത് തൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പുസ്തകമാക്കി എഴുതുക, അത് നല്ലതാണല്ലോ. ഒരു DGP ആയിട്ടിരുന്നിട്ട് ആ ഇരിക്കുന്ന കാലത്ത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചു, ഒന്നും നടന്നില്ല, ഞാനൊരു പുസ്തകം എഴുതി കളയാം. കാരശ്ശേരി മാഷ് മുഖ്യമന്ത്രിയായാൽ, നാളെ മുഖ്യമന്ത്രിയായാൽ ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ ചെയ്യുകയാണ്, ഒരു വർഷം കൊണ്ട് ഞാനിതൊക്കെ നോക്കി പറ്റിയില്ല എന്ന് കൊണ്ടൊരു ഒരാൾ പുസ്തകം എഴുതാൻ കാരശ്ശേരി മാഷ് അങ്ങനത്തെ ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ടിരിക്കുമോ? സാങ്കല്പികമാണെങ്കിൽ ഒരു ഉത്തരം അല്ല ജേക്കബ് ജോർജ്, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ജേക്കബ് ജോർജിന് ഈ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം ഉണ്ടായത് ഈ പുസ്തകം കൊണ്ടാണ്. നാളെ അത് ചോദിക്കൂ, അദ്ദേഹത്തെ വിമർശിക്കൂ, അങ്ങനെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇതിലൊന്നും ഒരു രഹസ്യം സൂക്ഷിക്കുന്നത് ജനങ്ങൾക്കെതിരായ ഒരു ഏർപ്പാടാണ്. ആരാണ് കള്ളൻ എന്ന് ജേക്കബ് ജോർജിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഒരു വർഷം ചില്ലറക്കാരിയാണ്. 365 ദിവസം DGP ഡയറക്ടർ സ്ഥാനം കൊടുത്തതാണ് അദ്ദേഹത്തിന്. എന്തുകൊണ്ട് അദ്ദേഹം അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചില്ല?
എന്തുകൊണ്ട് ഈ സ്രാവിൽ ഒരെണ്ണത്തിനെങ്കിലും പിടിച്ചില്ല? ശ്രീ കെ എൽ മോഹനവർമ്മ, ഈ രണ്ട് ഭാഗവും അത് ഇതിലുണ്ട്. അല്ല, ഈ അത് രണ്ട് അത് ഭാഗത്തിൽ ചോദിക്കൂ, താങ്കൾ എവിടെയാണ്, ആർക്കൊപ്പമാണ് നിലയുറപ്പിക്കുന്ന ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എഴുത്തുകാരൻ എന്ന നിലയിലുള്ള ജേക്കബ് തോമസ്, അതേസമയം വിജിലൻസ് മേധാവിയൊക്കെയായി ഇരുന്ന ജേക്കബ് തോമസ്, ഈ രണ്ടിനും ഇടയിലാണ് ഈ പുസ്തകം നിൽക്കുന്നത്. ഇത് ഒരു തമാശയാണ് നമ്മളിപ്പോൾ വർത്തമാനം പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാ ഭരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടി, സമ്മതിച്ചു. ആരാ അവർക്ക് വോട്ട് ചെയ്യുന്നത്? ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ആ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇന്നത്തെ ഈ സംഭവം കൊണ്ട് എന്താണ് ഉണ്ടായത്? ഒരു സംശയവുമില്ല, രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു, ഇവരൊക്കെ അഴിമതിക്കാരാണെന്ന്. യെസ്, കോടതി പിന്നെ വരും, നമ്മുടെ പുസ്തകം എഴുതിയ ആൾ പിന്നെ വരും, അതൊക്കെ ആണ്. ഇതാണ് പുതിയ ലോകം വരുന്നത്. ദയവേദി നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങൾ പഴയ സിസ്റ്റം വെച്ച് അതൊക്കെ പോയി കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇതേ കണ്ടോ, എല്ലാം അങ്ങനെ നോക്കിയാൽ ശ്രീ മോഹനവർമ്മ പറഞ്ഞത് ശരിയാണ്. അവിടെയാണ് ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് കെ സി ജോസഫ് ഒരു പരാതി കൊടുക്കുന്നത്. കോടതിയിൽ തെളിയിക്കാത്ത കേസ്, ബാർക്കോഴ കേസ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ്, കെ ബാബുവിന്റെ കേസ്, ഇ പി ജയരാജന്റെ കേസ്, ഇതിലൊക്കെ ഒരു പുസ്തകം എഴുതി ആ അന്വേഷണ സംഘത്തിന്റെ തലവൻ തന്നെ ഒരു നിഗമനത്തിലേക്ക് വായനക്കാരെന്ന നിലയിലല്ല മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ളൊരു അപകടം കണ്ടുകൊണ്ടല്ലേ കെ സി ജോസഫ് അങ്ങനെയാണെങ്കിൽ മുന്നിട്ടിറങ്ങിയത്? അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇതാണ് നോക്കേണ്ടത്. ചിലപ്പോൾ ആ ലെവലിലേക്ക് ചിലപ്പോൾ ഉയർന്നു കാണില്ല. രാഷ്ട്രീയത്തിന് വലിയ കളികളുണ്ടെന്ന് ഓർത്തുകൊള്ളുക. നമ്മളെക്കാളൊക്കെ വളരെ വളരെ ബുദ്ധിയും കൗശലവും ഒക്കെ ഉണ്ട് ചാണക്യസൂത്രങ്ങൾക്ക്. ആ ചാണക്യസൂത്രത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല, നമ്മൾ കാണണം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, താങ്കൾ തന്നെ ആദ്യം യാദൃശ്യമായിട്ടാണെങ്കിലും പറയുകയുണ്ടായി, ഇവരൊക്കെ അതിൻ്റെ കരുക്കളായി മാറിയെന്ന്. പോസിബിൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ വിജിലൻസ് ഡയറക്ടർ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിന് വരാവുന്ന എല്ലാ തരം ഉള്ള നിയമ കുരുക്കുകളും അദ്ദേഹത്തിനെതിരെ വരാവുന്ന എല്ലാം തീർച്ചയായിട്ടും മുമ്പിൽ കണ്ടുകൊണ്ട് അത് എടുക്കാനും പുള്ളി തയ്യാറാണെന്നുള്ളൊരു സംശയം, അഥവാ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയിലെടുത്ത് അദ്ദേഹം സഹിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ടായി, ഇത് ജനം എന്ന് പറയുന്ന, സാധാരണ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്ന ഇനിയും വോട്ട് ചെയ്യേണ്ടവരുടെ മനസ്സിലേക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ശ്രീ ജേക്കബ് ജോർജ്. ഈ പറഞ്ഞ കേസുകൾ കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അതേ നിലയിൽ നിൽക്കുന്നു. നിരവധി വിമർശനങ്ങൾ വിജിലൻസ് കേട്ടത് മാത്രം മിച്ചം. പക്ഷേ ആ കേസിലെ കഥാപാത്രങ്ങളായ ആളുകളെ സ്ഥിരം അഴിമതിക്കാരായി ഈ അന്വേഷണ മധ്യത്തിലൂടെ മനസ്സിലായ കാര്യങ്ങൾ വിവരിക്കുന്നതിലൂടെ അദ്ദേഹം കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അത് കെ സി ജോസഫ് മനസ്സിലാക്കി എന്നിടത്താണ് അദ്ദേഹത്തിന്റെ ആ പരാതിയുടെ ഗൗരവ സ്വഭാവം നിൽക്കുന്നത്. ഇപ്പോൾ ബാബുവിന് വേണ്ടി ഉന്നതർ വിളിച്ചത് സ്വന്തം നമ്പറുകളിലല്ല, മാണി കോഴ വാങ്ങിയോ എന്നതായിരുന്നില്ല അന്വേഷണ വിഷയം. ബാർ ലൈസൻസ് ഫീസ് നിശ്ചയിച്ചതിൽ അഴിമതി ഉണ്ടോ എന്നതായിരുന്നു പരിഗണനാ വിഷയം. പക്ഷേ ഇത് അട്ടിമറിച്ചു. രമേശ് അന്വേഷണത്തിൽ ഇടപെട്ടില്ല. ഇ പി ജയരാജന് ആ വിധത്തിൽ ആ കേസിൽ ബന്ധു നിയമനത്തിൽ പരോക്ഷ വിമർശനം. ഇടത് സർക്കാരിലെ മന്ത്രിക്കെതിരെ നടപടിയെടുത്തു. ഇടതുപക്ഷത്തെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചു. പിണറായിയും കോടിയേരിയും അഴിമതി എതിർക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് ഇത്തരത്തിലേക്കുള്ള ആളുകളെ സ്ഥാപനവൽക്കരിക്കാൻ അദ്ദേഹത്തിന് പുസ്തകത്തിലൂടെ കഴിയുന്നു. തീർച്ചയായിട്ടും അഴിമതി ഇത്തരക്കാർ അഴിമതിക്കാരാണ് എന്ന ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി വിചാരിച്ച 2 മണിക്കൂർ കൊണ്ട് ഈ പുസ്തകം ഡിജിറ്റലായി ലോകം മുഴുവൻ എത്തിക്കാം. ഓർത്തോണം, 2 മണിക്കൂർ കൊണ്ട് ഇത് ഡിജിറ്റലായി ലോകം മുഴുവൻ എത്തിക്കാം. വേറെ ഒരിക്കലും സാധ്യതയില്ലാത്ത രീതിയിൽ സാധാരണ മലയാളം വായിക്കുന്ന എല്ലാവരുടെ എത്തിക്കാം. 3 ദിവസം കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കാം. നോക്കൂ, ആ ലോകമാണ് ഇവിടെ. ആ രൂപത്തിൽ കോടതിയുടെ വിധി വരുന്നൊന്നും അതാണ് അതിന്റെ ഗൗരവതരമായ ആഘാതമെങ്കിൽ ആഘാതം, അല്ലെങ്കിൽ ഗൗരവതരമായ അതിന്റെ ഒരു വശം ഏത് നിലയിലും വേണമെങ്കിൽ ആളുകൾക്ക് എടുക്കാം. ഇപ്പോൾ ഈ പുസ്തകത്താൽ മുറിവേൽക്കുന്നവർക്ക് ആഘാതമായും അപകടമായും കാണാം. അല്ലാത്ത ആളുകൾക്ക് അഴിമതിക്കെതിരായ ഒരു പോരാട്ടം എന്ന നിലയിൽ ഇതൊരു ഗൗരവതരമായ നീക്കമായി കാണാം. ഈ പുസ്തകത്തിന്റെ ആഘാതം ചെറുതല്ല. പുസ്തകമായി തന്നെ നിലനിൽക്കുമല്ലോ ശ്രീ ജേക്കബ് ജോർജ്. അതെ, പുസ്തകമായിട്ട് നിലനിൽക്കും. പുസ്തകത്തിന് ഒരു വാല്യൂ ഉണ്ടല്ലോ. പോലെയല്ല പുസ്തകം, പഴയ കാലമല്ല, ഡിജിറ്റൽ. അതെ, മനസ്സിലായി ശ്രീ കെ എൽ മോഹനവർമ്മ, താങ്കൾ പറഞ്ഞു മനസ്സിലായി. ശ്രീ ജേക്കബ് ജോർജ് ഒന്ന് പൂർത്തിയാക്കും. പുസ്തകം ഈസ് സംതിങ് ഓൺ റെക്കോർഡ്, അത് രേഖയാണ്. ഡിജിറ്റലായി കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നാളെ വായിക്കാൻ എല്ലാവരും. ആ രേഖ ഇന്ന് കേരളത്തിലെ തന്നെയല്ല, നമ്മൾ ഈ ചർച്ച നടത്തുന്നു, ഇതെല്ലാം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ആ പുസ്തകമൊക്കെ നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരുടെ കൂട്ടത്തിലേക്ക് ജേക്കബ് തോമസ് ഉയർത്തപ്പെടുന്നു. ആ പുസ്തകം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങളല്ല, രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോൾ
ആ പറയുന്നതൊക്കെ സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ്. കോടതി തീരുമാനം എടുത്തിട്ടില്ല, അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല, പല കേസിലും FIR സമർപ്പിച്ചിട്ടില്ല, കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് ചാപ്പ കുത്തി കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ഡോക്ടർ ജേക്കബ് തോമസ്. അതാണ് വിജിലൻസ് ഡയറക്ടറായിരുന്നയാൾ. KL മോഹൻ വർമ്മ പറഞ്ഞതിൽ ഒന്നുകൂടിയുണ്ട്, അത് ആസ്വദിക്കുകയും അത് നടക്കട്ടെ എന്ന് വിചാരിക്കുകയും സർക്കാർ കൂടി കരുതുന്നു, വിചാരിക്കുന്നു എന്നിടത്താണ് ഇതെല്ലാം നടന്നു പോകുന്നത് എന്നുകൂടിയുണ്ട് ആ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ. അതെ അതെ, അതുകൊണ്ട് അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും KC ജോസഫ് എഴുതിയ കത്ത് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം തീരുമാനം മാറ്റുന്നു. ഉദ്ഘാടനം അത് റിലീസ് ചെയ്യാൻ, പ്രകാശനം ചെയ്യാൻ ഞാൻ പോകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി ധൈര്യപൂർവ്വം നിലപാടെടുക്കുന്നു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധി കൂട്ടിക്കാണും, എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഞാൻ വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്യും. ഇവിടെ ശ്രീ വിജയനുണ്ണി, സാധാരണ ഇത് അദ്ദേഹത്തെ പോലൊരു ഉന്നത IPS ഉദ്യോഗസ്ഥൻ ഒരു പുസ്തകം എഴുതാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതൊരു സർവീസ് സ്റ്റോറി കൂടിയാകുമ്പോൾ, അതൊരു ചെറുകഥയോ നോവലോ കവിതയോ ഒന്നുമല്ല എന്ന് എഴുതുന്ന അദ്ദേഹത്തിന് തന്നെ നന്നായി മനസ്സിലാവുമല്ലോ. അങ്ങനെ വന്നാൽ അദ്ദേഹം സാധാരണ നിലയിൽ ചെയ്യേണ്ടത് എന്താണ്? മറ്റൊന്ന്, മുഖ്യമന്ത്രിയിലേക്ക് ഒരു ക്ഷണവുമായി പോയാൽ സ്വാഭാവികമായി ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതെന്താണ് എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ഉപദേശക വൃന്ദങ്ങളോ ഒക്കെ തിരിച്ചറിയേണ്ടതല്ലേ? എന്നിട്ട് വേണ്ടേ ഈ ചടങ്ങിനെക്കുറിച്ചൊരു ഉപദേശം പങ്കെടുക്കാമോ ഇല്ലയോ എന്നൊരു ഉപദേശവും ഒരു തീരുമാനവും ഒക്കെ സാധ്യമാകേണ്ടത്? അതൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇത്രയും അധികാരസ്ഥാനത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും വളരെ എത്രയോ പതിറ്റാണ്ടുകളുടെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള വലിയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും തൻ്റെ കൈവശമുണ്ട്, അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹം അതിനെപ്പറ്റി അന്വേഷിക്കാനുള്ള വിവരം ഉണ്ടായില്ലോ എന്നൊന്നും വിചാരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരക്കേടായിരിക്കും. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പല വശങ്ങളും കണ്ടതിന് ശേഷം തന്നെ ആയിരിക്കണം ഓരോ സ്റ്റേജിലുമുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അതിൻ്റെ കോപ്പികൾ മാക്സിമം ചിലവാക്കണം, എങ്ങനെ അതിന് മാക്സിമം പബ്ലിസിറ്റി എല്ലായിടത്തും കിട്ടണം എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ അതാണ് ഈ പ്രസാധകന്മാരെ, പ്രൊഫഷണലായിട്ടുള്ള പ്രസാധകന്മാർ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അവരൊരു പുസ്തകം പ്രസാദനം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓഥർ ആരാണെന്നും അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നും അതിലുള്ള കണ്ടൻസ് എന്താണെന്നും ഒക്കെ നോക്കിയിട്ട് ഇതിൽ മാക്സിമം സ്കോപ്പ് ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു കമേഴ്ഷ്യൽ വേൾഡാണ്, എത്രത്തോളം വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന് ഈ കാലത്ത് ഏറ്റവും നല്ലൊരു വഴിയാണ് ഇങ്ങനെ ഒരു വിവാദം, പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, അതിനുള്ള ഏറ്റവും സ്വാദേറിയ ചില പേജുകൾ പുറത്തിറക്കുക, ഓരോ ഭാഗത്ത് എത്തിക്കുക, അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് പത്രങ്ങളും മറ്റു മാധ്യമങ്ങളൊക്കെ കൂട്ടുനിൽക്കുക. അങ്ങനെ കുറേ ദിവസമായിട്ട് സമ്മതിച്ചു. അത് ഞാൻ സമ്മതിക്കുമ്പോൾ തന്നെ ശ്രീ വിജയനുണ്ണി സാർ, അത് സമ്മതിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച മലയാറ്റൂർ മുതൽ ഇങ്ങോട്ടുള്ളവർ സർവീസ് സ്റ്റോറി എഴുതിയിട്ടുണ്ട്, CP നായർ, ബാബു പോൾ സാറൊക്കെ എഴുതിയിട്ടുണ്ട്, CP നായർ സാർ, ഇവരെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം പക്ഷേ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ്. പക്ഷേ പുതിയ കാലത്ത് ഈ ചട്ടമടക്കം മാറ്റം ചെയ്യേണ്ടതുണ്ട് എന്നു പറയുന്ന ഒരാലോചന രൂപപ്പെടുന്നുണ്ടല്ലോ, അതിനോട് താങ്കൾക്ക് എത്രമാത്രം യോജിപ്പുണ്ട്? സധൈര്യം തുറന്നു പറയാൻ ആർജവം കാട്ടുന്നുവെങ്കിൽ സർവീസിലിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് സർവീസ് സ്റ്റോറികൾ എഴുതിക്കൂടാ? ആ നിലയിൽ ചട്ടങ്ങൾ മാറ്റിക്കൂടെ? അല്ല, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇപ്പോൾ ജേക്കബ് തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഇത്തരത്തിലുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങാനിടയായതും. വിജിലൻസ് ഡയറക്ടർ എന്നുള്ള സ്ഥാനത്തിരിക്കുകയായിരുന്നെങ്കിൽ ഇതുപോലുള്ളൊരു പുസ്തകം ഇറങ്ങുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല, ഇറക്കാൻ അനുവദിക്കുമായിരുന്നു സർക്കാരെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ചട്ടങ്ങളും അതിൻ്റെ പ്രൊപ്പറേറ്റീവ്സും എല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇപ്പം ആ സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ഭാവിയിൽ അവിടേക്ക് മടങ്ങി വരാതിരിക്കാനുള്ള എല്ലാ വഴികളും ഇതോടുകൂടി അടഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഒബ്സർവേഴ്സിന് തോന്നുന്നത്. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുസ്തകം എഴുതാനും പ്രസിദ്ധീകരിക്കാനും സാധിക്കുന്നത്. അങ്ങനെ പറയാറായിട്ടുണ്ടോ? കാരണം ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ശ്രീ വിജയനുണ്ണി, അങ്ങനെ അദ്ദേഹത്തിന്റെ സാധ്യതകളെല്ലാം അടഞ്ഞു എന്ന് പറയാറായിട്ടുണ്ടോ? കാരണം സർക്കാർ ഇതിനോട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശേഷിച്ച്, എന്ത് തരം സമീപനം തുടർന്നെടുക്കാൻ പോകുന്നു എന്നുകൂടി കണ്ടാലല്ലേ ഈ
ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്ഥാപിത താല്പര്യക്കാർക്കും അഴിമതിക്കാർക്കും അനഭിമതനായതിലൂടെയാണ് താൻ ഒരു ഔട്ട്സൈഡറായി മാറിയത്. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന ഒരു നിലപാട് വളരെ നിർണായകമായിരിക്കില്ലേ? കാരണം സെൻകുമാറിൻ്റെ കാലം കഴിഞ്ഞാൽ പുതിയ DGP ആരാണ് എന്നൊരു അന്വേഷണം വരുന്നു. അതിലെ ഒന്നാം പേരുകാരനായി വരാൻ പോകുന്ന ഒന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അടഞ്ഞു, അദ്ദേഹത്തെ സർക്കാർ പൂർണ്ണമായും അവിശ്വസിക്കുന്നു എന്നൊക്കെ പറയാറായിട്ടുണ്ടോ? അല്ലല്ല, ഈ പുതിയ DGPയുടെ കാര്യമേ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഡയറക്ടർ ഓഫ് വിജിലൻസ് എന്നുള്ള പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, ഞാൻ അത് കഴിഞ്ഞുള്ള അടുത്ത ഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. കിട്ടിയിട്ടുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ ഈ പുസ്തകത്തിൽ. അല്ലല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് വളരെ ആലോചിച്ച് സുചിന്തിതമായിട്ട് പറഞ്ഞതാണ് ഡയറക്ടർ ഓഫ് വിജിലൻസ് എന്നുള്ള കസേരയിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും, എല്ലാ സാധ്യതകളും വിദൂരമായിട്ടുള്ള സാധ്യതകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതില്ലെന്ന് വേണം നിഷ്പക്ഷമതികളായിട്ടുള്ള നിരീക്ഷകന്മാർക്ക്. അതിനുമപ്പുറത്തുള്ള സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കസേര ശ്രീ വിജയനുണ്ണി സാർ, അതായത് അതിനുമപ്പുറം താങ്കൾ പറഞ്ഞതിനുമപ്പുറം 43-42 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്ന കസേരയിൽ വരെ പരിഗണിക്കാവുന്ന ഒന്നാം പേരുകാരനാണ് അദ്ദേഹം. അങ്ങനെയൊന്നുണ്ട് വിജയനുണ്ണി സാറേ, അത് മറ്റൊരു കാര്യമാണ്. അതെ, ആ കാര്യമാണ് ഞാൻ ചോദിച്ചത്. വിഷയമേ അല്ല, മറ്റത് കഴിഞ്ഞ അധ്യായമാണ്. അവിടേക്കുള്ള സാധ്യതകൾ അടഞ്ഞ അധ്യായമായി മാറുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അല്ല ശരത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനെപ്പറ്റി യാതൊരു അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. വളച്ചൊടിക്കരുത്. ഞാൻ ചോദ്യമായി ചോദിച്ചത് ചോദ്യമായി അവിടെ കിടക്കട്ടെ. ശ്രീ MN കാരശ്ശേരി. അതായത് നമ്മളിപ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം, വളരെ കുപ്രസിദ്ധമായ 2002 ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ വളരെ കുപ്രസിദ്ധമായ ഒരു കലാപമുണ്ടായി. അതിൽ എങ്ങനെയാണ് ഗവൺമെന്റ്, എങ്ങനെയാണ് പാർട്ടി, എങ്ങനെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്യായം കാണിച്ചത് എന്ന് കൃത്യമായി അവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ മലയാളിയായ RB ശ്രീകുമാർ തുറന്നു പറഞ്ഞു. അദ്ദേഹം DGP ആയിരുന്നത് അര ദിവസം മാത്രമാണ്. അപ്പോൾ DGP സ്ഥാനത്തിരുന്ന RB ശ്രീകുമാർ കോടതിയിലുള്ളതും അല്ലാത്തതുമായ കേസുകളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ലേഖനം എഴുതി, നാനാവധി കമ്മീഷന് മുമ്പിൽ പലവട്ടം പോയി. അദ്ദേഹം ചെയ്തത് തനിക്ക് സത്യമാണ് എന്ന് തോന്നിയത് തുറന്നു പറഞ്ഞ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ്, നീതിക്ക് വേണ്ടി പോരാടുകയാണ്. അപ്പൊ ഈ ചട്ടങ്ങളല്ല പ്രശ്നം, അതും വിരമിച്ച ശേഷമായിരുന്നില്ലേ സാർ? പ്രമാണം സത്യമാണ്, നീതിയാണ് പ്രമാണം എന്ന് വിചാരിച്ചിട്ടാണ് RB അല്ല വിരമിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ, അതുകൊണ്ടാണ് അല്ല RB ശ്രീകുമാർ, അല്ല ശരത്, RB ശ്രീകുമാറിന് DGP സ്ഥാനം കൊടുത്തില്ല. സെൻകുമാറിന്റെ മാതിരി അദ്ദേഹം കോടതിയിൽ പോയി കേസ് പറഞ്ഞ് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തത് ഒരു ദിവസം 2 മണിക്ക് ചേർന്ന് 5 മണിക്ക് പിരിയാ ചെയ്തത്. അതിനു മുമ്പേ അദ്ദേഹം ഗവൺമെന്റിനെതിരായിരുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ അധാർമികതയെ മൗനം കൊണ്ട് അനുവദിക്കുന്ന ഒരു പണി പോലീസ് ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ഉണ്ട് എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിലേക്ക് പ്രഥമ ദൃഷ്ടിയ ശ്രീ MN കാരശ്ശേരി ഈ പറഞ്ഞതെല്ലാം വാദത്തിന് വേണ്ടി എടുക്കാം. MN കാരശ്ശേരി ഈ പറഞ്ഞതെല്ലാം വാദത്തിന് വേണ്ടി എടുക്കാം. ഇത് കേവലം ഒരു പുസ്തകത്തിൻ്റെ വിപണി കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് സെല്ലർ ഓപ്പറേഷൻ അപ്പുറത്തേക്ക് RB ശ്രീകുമാറുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. ശരിയാണ്, വലിയ ഫൈറ്റാണ് RB ശ്രീകുമാർ നടത്തിയത്. DGP റാങ്ക് കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തിയാണ് വാങ്ങിച്ചെടുത്തത്. എല്ലാവർക്കും അറിയാം. ആ നിലയിലുള്ള താരതമ്യം ചെയ്യാവുന്നൊരു ഫൈറ്റാണ് ജേക്കബ് തോമസ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പുസ്തകം എന്ന നല്ല ബോധ്യമാണോ താങ്കൾ പങ്കുവെക്കുന്നത്? അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത്. ഞാൻ പുസ്തകം കണ്ടിട്ടില്ല. എനിക്കതിൽ സോഷ്യൽ മീഡിയയിൽ വന്ന വിവരങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഈ ചട്ടം ലംഘിച്ചാണ് താൻ എഴുതുന്നതെന്ന് അറിയാനുള്ള വിവേകം ജേക്കബ് തോമസിന് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജേക്കബ് ജോർജിന് അറിയുന്നത് ജേക്കബ് തോമസിന് അറിയായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ പ്രത്യാഘാതം നേരിട്ട് കൊള്ളാം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഒരു സമരത്തിന് ഇറങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കേണ്ട കാര്യം എന്താണ്? തീർച്ചയായും അതിനെ മാനിക്കുന്നു. ഞാൻ താങ്കളെ അതിനെ മാനിക്കുന്നു എന്നാണ് ശ്രീ MN കാരശ്ശേരി നിരീക്ഷിക്കുന്നത്. എന്ന് ചോദിക്കൂ. KL മോഹനവർമ്മയോടുകൂടി സംസാരിച്ചത്. ശ്രീ KL മോഹനവർമ്മ, താങ്കൾക്ക് പറയാനുള്ളത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്താണ് താങ്കൾ നേരത്തെ പറയാൻ വന്നത്? ഒന്ന് കേട്ടുകൊള്ളൂ. ഓരോ ഇതിലെ ഇത്രയും ചർച്ചകളിൽ ചില ഫാക്ട്സ് ആളുകൾ അറിഞ്ഞിട്ടില്ല. ഒന്ന്, ഇത് പ്രസിദ്ധീകരണ സ്ഥാപനം ഈ പുസ്തകം ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തതും അവരത് വായിക്കാൻ എടുത്തതുമായിട്ടാണ് വേറൊരു ചാനലിൽ ആ
മാനേജർ ഇപ്പോൾ പറഞ്ഞത്. ഒരു 8 മണിക്കുള്ള ചാനലിൽ അദ്ദേഹം പറയേണ്ടത് ഞാനിത് അവിടെ കൊണ്ട് കൊടുത്തു, പ്രസ് സെക്രട്ടറി അദ്ദേഹം ഏൽപ്പിച്ചു പുസ്തകം ഒരാഴ്ച 10 ദിവസത്തോളം മുമ്പ്. ഒന്ന്, അപ്പോൾ ആ ഫാക്ട് ഇത് നേരത്തെ കണ്ടില്ല എന്ന് പറയാൻ ഒക്കില്ല, അത് വായിച്ചു. രണ്ടാമത്, ഇപ്പോൾ ഇടയ്ക്ക് പറയുകയുണ്ടായി, ശ്രീ വിജയനുണ്ണി പറയുകയുണ്ടായി, അല്ലെ നിങ്ങൾ ശരത്തും പറയുകയുണ്ടായി, എല്ലാവരും ഇതിന് ശേഷമാണ് ഇവരൊക്കെ എഴുതിയ CP നാരാവർ. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഇപ്പം BJP-യിലുള്ള അദ്ദേഹമില്ല, ഞാൻ പേര് വിട്ടെന്ന് പറഞ്ഞു, ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു IAS, അദ്ദേഹം 1994 അതിഗംഭീരമായിട്ടൊരെണ്ണം എല്ലാ അഴിമതികളെക്കുറിച്ചും ഡൽഹിയിലുള്ള അദ്ദേഹം സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ എഴുതിയിരുന്നു. 10 കൊല്ലം അദ്ദേഹം അതിന് ശേഷം സർവീസ് ഇരുന്നിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അതും കഴിഞ്ഞ് റിട്ടയർ ചെയ്ത്. അതുകൊണ്ട് ഈ 2 ഫാക്ടറും ഡിഫറൻറ്റ്. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വിജയനുണ്ണി പറഞ്ഞതിൽ ഒരു കാര്യം, ഇത് പുസ്തക വിൽപ്പന അല്ല എന്ന് മനസ്സിലാക്കുക. ആശയത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ വിൽപ്പനയാണിത്. പുസ്തക വിൽപ്പന ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്, പല വേലകളും ഇറക്കും, അത് വേറെ കാര്യം. ഇത് ആ പുസ്തകം എന്നുള്ളതല്ല, അതിനകത്തെ ആശയം സാധാരണ ജനങ്ങളെടുത്തേക്ക് എത്തിക്കുന്ന ആ വിൽപ്പനയുണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും അത് തന്നെയാണ് മുമ്പേ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ശ്രീ KL മോഹനവർമ്മ. അവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ജേക്കബ് ജോർജിലേക്ക്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ജേക്കബ് തോമസ് എന്ന ഉദ്യോഗസ്ഥൻ അനഭിമതനാവില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ചട്ടലംഘന പരിശോധനയൊക്കെ നാമമാത്രമാകും. ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തോട്ടെ. ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ ഇതിനെ ഒരു സമര പ്രതീകമായി കാണുന്നു. ഈ പുസ്തകം എഴുത്തിനെ ഒരു സമര പ്രഖ്യാപനമായിട്ട് തന്നെ കാണുന്നു. നമ്മുടെ KL മോഹനവർമ്മ സാറ് അതിനേക്കാട്ടും അപ്പുറത്തേക്ക് ജനമനസ്സുകളിൽ എത്തിക്കുക എന്ന ദൗത്യം ഒരു ആശയ പ്രചാരണം പറയുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തെ ലക്ഷ്യം എന്തായിരുന്നു? രാഷ്ട്രീയമായിരുന്നില്ലേ സ്ഥലത്തെ? അദ്ദേഹം MLA ആയില്ലേ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നിട്ട്? എന്ന് വെച്ചാൽ ജേക്കബ് തോമസിനും അത്തരം ലക്ഷ്യങ്ങളുണ്ട്. ജേക്കബ് തോമസിനെ എനിക്ക് വ്യക്തമായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ പറയുന്നു, ജേക്കബ് തോമസ് ചിന്തിക്കുന്നത് ഈ IPS കേഡറിൻ്റെ അങ്ങേപ്പുറത്തേക്കാണ്. കേരള രാഷ്ട്രീയം അത് തന്നെയാണ് ജേക്കബ് തോമസിൻ്റെ ലക്ഷ്യം എന്ന് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാനെന്ന് പറയേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥന് ഒരിക്കലും അനോണിമിറ്റി ആയിരിക്കണം, അനോണിമസ് ആയിരിക്കണം ഉദ്യോഗസ്ഥൻ. അത് IAS-കാരെയും IPS-കാരെയും പഠിപ്പിക്കുന്നതാണ് മുസോറിയിൽ. പക്ഷേ അനോണിമസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ SM വിജയാനന്ദ് എന്ത് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു. കേരളത്തിലെ KM അബ്രഹാം എന്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഏതായാലും വലിയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള ഒരു പുസ്തകം അതിന്റെ കൃത്യമായ വിപണി കണ്ടെത്തിയിരിക്കുന്നു എന്ന് കൂടിയാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. ജേക്കബ് തോമസ് കൃത്യം അജണ്ടയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, താങ്കളുടെ മാധ്യമ നിരീക്ഷണത്തിൽ, മാധ്യമപ്രവർത്തന ഒറ്റ വാചകത്തിൽ ഇതുകൊണ്ടൊന്നും നമ്മൾ പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്ക് ഒരു നിയമക്കുരുക്കിൽ നിന്ന് മാറി എന്ന് വന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ കൊണ്ടുചെന്നെത്തിച്ച ഉദ്യോഗസ്ഥനോടൊരു നീരസമെങ്കിലും മിനിമം തോന്നണമല്ലോ. ജേക്കബ് തോമസിനോട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആ വിധത്തിലൊരു അലോസരം തോന്നാൻ ഈ സാഹചര്യം വഴിയൊരുക്കില്ല എന്നും കൂടി വേണമെങ്കിൽ കരുതാം. ഞാൻ ഒറ്റ മറുപടി, ഇപ്പോഴും ഗുഡ് ബുക്കിൽ തന്നെ ഉണ്ടാകാം മുഖ്യമന്ത്രിയുടെ. ബാഡ് ബുക്കിലോ പിണറായി വിജയനെ എൻ്റെ ശരത്തിനെക്കാട്ടിലൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഈ കട്ടിൽ കണ്ട്, ജേക്കബ് തോമസിൻ്റെ കട്ടിൽ കണ്ട് പനിക്കുണ്ടായെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചതിൻ്റെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ജേക്കബ് തോമസിനോട് വൈകുന്നേരം 4 മണിക്ക് വിളിച്ചിട്ട് അവധി പൊക്കോളാൻ പറഞ്ഞത്? അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉത്തരം. ഏതായാലും ഒരു അന്തിമ വിലയിരുത്തലിലേക്ക് പോകാൻ സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. പക്ഷേ ഏതു വഴിക്കും വ്യാഖ്യാനിക്കാവുന്ന ഒരു അഴിമതിക്കെതിരായ പുസ്തകവുമായി ജേക്കബ് തോമസ്. പക്ഷേ പ്രകാശന ചടങ്ങ് അവസാനിക്കുമ്പോഴും നടക്കാതെ റദ്ദാക്കപ്പെടുമ്പോഴും ആ പുസ്തകം വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ചട്ടലംഘനം എന്നത് നഗ്നമായി സംഭവിച്ചു എന്ന് പ്രമുഖർ, അതുപോലെ തന്നെ ഈ രംഗവുമായി ബന്ധപ്പെട്ടവർ കൃത്യമായി വിലയിരുത്തുന്നു. ആ ചട്ടലംഘനം പരിശോധിക്കും എന്ന് പറയുമ്പോഴും എന്താണ് ജേക്കബ് തോമസ് ഇതിലൂടെ ഉന്നം വെക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്, ഏത് നിലയ്ക്കുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇപ്പോഴും പൂർണ്ണമായി പറയാനാകാത്ത ഒരു സാഹചര്യം. ഇതാണ് പ്രൈം ഡിബേറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉന്നയിച്ചതും നിരീക്ഷിച്ചതും. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ ശ്രീ M വിജയനുണ്ണി, ശ്രീ KL മോഹനവർമ്മ, ശ്രീ MN കാരശ്ശേരി ഞങ്ങളുമായി സഹകരിച്ചതും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.